കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചുമ്മാ മൊബൈലിൽ കുത്തിക്കൊണ്ടിരുന്നപ്പോഴാണ് കണ്ടത് 4 ടീഷർട്ടിന് 263 രൂപ. പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തു ഗൈസ്. അപ്പൊ നിങ്ങളെ ഞാൻ ടീഷർട്ട് കാണിച്ചു തരാൻ വേണ്ടി പോവാണ്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്ന രാത്രി 1:30ക്കാണ് കേട്ടോ. അപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് ഒരു 11 മണിയായപ്പോൾ റൂമിൽ വന്നാൽ പിന്നെ ഈ പൊതി കണ്ടപ്പോൾ ഒന്ന് മാന്തി പൊളിച്ച് നോക്കി. എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പക്ഷെ ധൃതി പിടിച്ച് മേക്കപ്പ് ചെയ്തുകൊണ്ട് ഐലൻഡർ ഒക്കെ കണ്ണിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കണ്ടതുകൊണ്ട് ഒന്നും വിചാരിക്കരുത്. അതെ, ഇപ്പോൾ ഇത് ഫസ്റ്റത്തെ പാക്കറ്റാണ്. ഇത് 4 to 5 ഇയേഴ്സിൻ്റെ ആണ് കേട്ടോ ഓർഡർ ചെയ്തത്. അപ്പോൾ അതിൻ്റെ അകത്ത് 4 എണ്ണം ഉണ്ട്. ഒരു പാക്കറ്റിനകത്ത് 4 എന്ന് പറയുമ്പോൾ എന്തായാലും വർത്തിയാണല്ലോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിൻ്റെ പുറത്ത് അവർ ഇതേക്കുന്ന 4 to 5 ഇയേഴ്സ് തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ സൈസ് നോക്കുമ്പം ഇച്ചിരി ചെറുതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഈ ഡ്രസ്സ് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1 സൈസ് വലുത് ഓർഡർ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ പിറ്റേ ദിവസം മോർണിംഗ് എണീച്ച് ഡ്യൂട്ടിക്ക് പോയത് കൊണ്ട് അതിൻ്റെ റീഷൂട്ട് ചെയ്യാനായിട്ട് പറ്റിയില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഇതാണ് കേട്ടോ ടീഷർട്ടുകൾ. എല്ലാം നല്ല ഭംഗിയുള്ള ടീഷർട്ടുകളാണ്. അപ്പോൾ 4 ടീഷർട്ട് 250 രൂപ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഒരെണ്ണത്തിന് ഒരു 60 രൂപ പോലും വന്നിട്ടില്ല. അപ്പോൾ നമുക്ക് തുറന്നു നോക്കാം. ഫസ്റ്റത്തെ ഇതാണ്. ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള പ്രിൻ്റൊക്കെ ഉണ്ട്. അലാസ്റ്റിക്കാണ് സ്ലീവ്. നല്ല ഭംഗിയുണ്ട്. ഇതിപ്പോൾ ആച്ചൂട്ടൻ്റെ സൈസാണ് കേട്ടോ. അതൊരു ഡൈനോസറിൻ്റെ പടമുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈ ഡൈനോസറിൻ്റെ ടീഷർട്ട് ഞാൻ അവിടെ ഇടിച്ചിട്ടുള്ള വീഡിയോ ഇതിൻ്റെ ലാസ്റ്റ് ഞാൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ. ഇതൊരു പീച്ച് കളറാണ് കേട്ടോ. എനിക്കിപ്പം ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഇരു നിറമുള്ള ആൾക്കാർക്കും കുട്ടികൾക്കും ഒക്കെ ഈ കളർ നല്ല മാച്ചിങ് ആയിരിക്കും. അപ്പോൾ ഈ കളർ ഡ്രസ്സ് നിങ്ങൾ കാണുവാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ മറക്കരുത്. ഇത് റെഡ് അല്ല. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന കളർ അല്ല കേട്ടോ. ശരിക്കും ഇതൊരു നല്ല ഭംഗിയുള്ളൊരു പീച്ച് കളറാണ്. അടുത്തത് ബ്ലൂ കളർ ടീഷർട്ടാണ്. ഈ ബ്ലൂ കളർ ഞാൻ സെയിം ഒരെണ്ണം ആച്ചൂട്ടിന് നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് 110 രൂപയാണ് ആയത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇപ്പോൾ എനിക്ക് നല്ല വൃത്തിയായിട്ടാണ് തോന്നുന്നത്. 1 2 3 4 ടീഷർട്ടാണ് കേട്ടോ 260 രൂപയ്ക്ക് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അടുത്തായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് 6 to 7 ഇയേഴ്സിൻ്റെ ആണ് കേട്ടോ. 6 to 7 ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഒരു 5 to 6 ഇയേഴ്സിൻ്റെ ആണ്. അപ്പോൾ ഇത് കുഞ്ഞായിക്കുട്ടന് കൊടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. റോക്കറ്റിൻ്റെ പടമുണ്ട്. അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ടീഷർട്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇത് കുഞ്ഞായിക്കുട്ടൻ ഇട്ടിട്ടുള്ള വീഡിയോ ഇതിന് ലാസ്റ്റ് ഞാൻ ജസ്റ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. പള്ളിയിൽ പോകുന്നൊരു വീഡിയോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അവിടെ ഇട്ടിരിക്കുന്നത് ഈ ബ്ലാക്ക് ആണ് കേട്ടോ. പിന്നെ ഒരു യൂണിക്കോണിൻ്റെ പ്രിൻ്റ് ഉണ്ട്. പക്ഷേ ഈ പ്രിൻ്റൊക്കെ കുറച്ച് കഴിയുമ്പോഴത്തേനും പോകും കേട്ടോ. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പോൾ അതുകൊണ്ട് ഇത് വീട്ടിൽ ഉപയോഗിക്കാൻ മാത്രമേ കൊള്ളത്തുള്ളൂ. ഇത് പുറത്തൊന്നും ഇടാനായിട്ട് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അതിൻ്റെ അകത്ത് സൈഡിൽ അലാസ്റ്റിക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇലാസ്റ്റിക് പഫാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ മേടിക്കുമ്പോൾ നല്ല അടിപൊളി മണമായിരിക്കുമല്ലോ. അപ്പോൾ എനിക്കിത് മണം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അടുത്തൊരു ബ്ലൂ കളറാണ്. ഒരു കിരീടത്തിൻ്റെ പടമൊക്കെ ഉണ്ട്. അത് നല്ല രസമുണ്ട്. നല്ല പഫൊക്കെ ഉണ്ട് ഇതിനും. പിന്നെ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടോട്ടൽ 4 എണ്ണമായി. ഒരു ബ്ലൂ, ഒരു റെഡ്, പിന്നെ ഒരു ബ്ലാക്ക്, പിന്നെ ഒരു പിങ്ക്. ഇതിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ പിങ്കാണ് കേട്ടോ. അതിനകത്ത് റോക്കറ്റിൻ്റെ പടമുള്ള കാരണം കൊണ്ട്. പക്ഷെ അവൾക്ക് ഇഷ്ടപ്പെട്ടത് ബ്ലാക്കാണ് കേട്ടോ. പിന്നെ അടുത്തായിട്ട് ഞാൻ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് കുഞ്ഞൂസിൻ്റെ ആണ്. ഇത് അൺബോക്സ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഗൈസ്. കാരണം ഇതിന് 7 to 8 ഇയേഴ്സിൻ്റെ ഞാൻ ഓർഡർ ചെയ്തിട്ട് അവരെനിക്ക് അയച്ചു തന്നത് 2 to 3 ഇയേഴ്സിൻ്റെ ആണ്. ഇത്രയും ബോധമില്ലാത്തവന്മാരാണ് അവിടെ ഇരിക്കുന്നത്. കാരണം ഞാൻ ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞാനും ഇത് കണ്ടത്. അത് കാരണം കൊണ്ട് എനിക്ക് ആകെ വിഷമമായി. അതിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ അങ്ങോട്ടേക്ക് ഷൂട്ട് ചെയ്ത് മൊത്തം കുളമായി. എന്തായാലും കുറേ കൺമഷിയൊക്കെ വരുത്തും ഷൂട്ട് ചെയ്തല്ലെന്ന് വിചാരിച്ച് ഞാൻ നിങ്ങളെ വീഡിയോ കാണിച്ചു തരുവാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് 4 ടീഷർട്ടാണ് കിട്ടിയുള്ളത്. ഒരു സൺഫ്ലവറിൻ്റെ ഉണ്ട്, ഒരു ഹാർട്ടിൻ്റെ ഉണ്ട്. പിന്നെ അതൊക്കെ എടുത്ത് മാറ്റി വെച്ചത് ഫ്ലിപ്കാർട്ടിൽ ഞാൻ മേടിച്ചിട്ടുള്ള ടീഷർട്ടാണ്. ഇത് 148 രൂപയ്ക്ക് മേടിച്ചാണ്. അതുപോലെ തന്നെ അപ്പോൾ ഇപ്പം അതിന് ഓഫർ 128 രൂപയ്ക്ക് കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് നല്ല ക്വാളിറ്റി ഒന്നുമില്ല. പക്ഷെ അകത്ത് ഒരു ഷിമ്മീസൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല. പ്യുവർ കോട്ടൺ ഒന്നും അല്ല. എന്നാൽ ഈ പൈസയ്ക്ക് വർത്തിയാണ്. അതിനകത്ത് കാലിഫോർണിയ എന്നൊക്കെ പ്രിൻ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഇട്ടിട്ടുള്ള വീഡിയോ പള്ളിയിൽ പോയപ്പോൾ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ അറ്റാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാനൊരു 2 മാസം മുമ്പ് മേടിച്ചൊരു ബാഗാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ അന്നേരം കാണിക്കാനായിട്ട് മറന്നുകൊണ്ട് ഇതിപ്പോൾ കാണിക്കുകയാണ്. 300 റുപ്പീസാണ്. മീഷോയിൽ നിന്ന് മേടിച്ചാണ്. ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞും ബാഗും മൊബൈലും പേഴ്സൊക്കെ കൈ പിടിച്ച് ഉറങ്ങിപ്പോണ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരെണ്ണം മേടിച്ചത്. പിന്നെ പിള്ളേർ രണ്ടുപേരും 2 കൈ പിടിക്കുമ്പോൾ ഒരു കൈ ഫ്രീ ആയിട്ട് ഇരിക്കുകയും ചെയ്യുള്ളൂ. ഇതിങ്ങനെ ഷോൾഡറിൽ കിടക്കുകയും ചെയ്തോളും. അപ്പോൾ പിള്ളേരെ പിടിക്കുമോ ബാഗ് പിടിക്കുമോ. അപ്പോൾ അങ്ങനെ മേടിച്ചാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ ഇപ്പോൾ ഇതിവിടെ കൊണ്ടുവന്നു. ഇനി ആശുപത്രിനെ ഇടിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ ഓരോന്നായിട്ട് എടുക്കുവാണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി നിങ്ങളെ കാണിച്ചിട്ടുള്ളത് കൊണ്ട് പിന്നെ ഇപ്പോൾ നിവർത്തി കാണിക്കുന്നില്ല. അപ്പോൾ ആശുപത്രി പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ട്. പള്ളിയിൽ വെച്ച് യേശുവിനെ കണ്ട കാര്യമാണ് ഇപ്പോൾ പറയുന്നത്. ആണോ?
സൂപ്പർ ആയിട്ട് കുഞ്ഞാക്കുട്ടന്റെ ഓർമ്മയിലാവോ? കേട്ടോ ആരക്കുന്നം പള്ളി. ആരക്കുന്നം മാതാവിൻ്റെ പള്ളിയാണ് കേട്ടോ ഇത്. അത് കുഞ്ഞൂസിൻ്റെയും കുഞ്ഞാടെയൊക്കെ അച്ഛൻ വീടിൻ്റെ തൊട്ടടുത്തുള്ള പള്ളിയാണ് കേട്ടോ ഇത്. നമ്മൾ ബലൂൺ മേടിക്കുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെയാണ് മേടിക്കുന്നത്. അപ്പോൾ കുഞ്ഞാക്കുട്ടൻ്റെ ഫേവറേറ്റ് കളറായ പർപ്പിളാണ് ആദ്യം ഇടുന്നത്. പിന്നെ അതിനുശേഷം ആ ചേട്ടൻ പറഞ്ഞു നമുക്ക് പിങ്ക് കളറ് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പിങ്ക് കളർ എടുത്ത് മേടിച്ചു, ഓറഞ്ച് കളർ പിന്നെ മേടിച്ചു. അപ്പം 3 പേർക്ക് ഇഷ്ടപ്പെട്ട കളർ ബലൂണൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഐസ്ക്രീം മേടിക്കാനായിട്ട് പോയി. ഐസ്ക്രീം മേടിക്കുന്നതിൻ്റെ വീഡിയോ ഇതിനകത്ത് അത് അറ്റാച്ച് ചെയ്തിട്ടില്ല, കാരണം എൻ്റെ കയ്യിൽ പിള്ളങ്ങളെ പിടിച്ചേക്കുമായിരുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കിനെ കുറിച്ച്, അതായത് ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെ കുട്ടികളെ നോക്കുന്നതിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വീഡിയോ അതേക്കുറിച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അത് മാത്രമല്ല നിങ്ങളുടെ കമൻറ്റ് ഞാൻ ഇതിനകത്ത് പിൻ ചെയ്യുന്നതുമായിരിക്കും. അപ്പോൾ ഞങ്ങളിതുകൊണ്ട് ബലൂണൊക്കെ മേടിച്ചു. അതിന് ശേഷം ഞങ്ങൾ വീട്ടിലോട്ട് പോയി. ഐസ്ക്രീം തിന്നുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കുഞ്ഞാക്കുട്ടൻ ഫാൻ ഇട്ടപ്പോൾ ബലൂൺ പറന്നുപോയി. അതിൻ്റെ മേലിൽ ഭയങ്കര ബഹളമൊക്കെ ആയിരുന്നു, ആൾ കരച്ചിലൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ബലൂണൊക്കെ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഐസ്ക്രീമൊക്കെ തിന്ന് കഴിഞ്ഞു. ആ ചൂട്ടന് ഐസ്ക്രീം, ഇങ്ങനത്തെ ഐസ്ക്രീമാണ് ഇഷ്ടം. അപ്പോൾ അതിൻ്റെ പാത്രം കൂടെ തിന്നാൻ പറ്റുമല്ലോ എന്നാണ് ആ ചൂട്ടൻ പറയണത്. പിന്നെ ഇത്ര ഉള്ളൂ കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. ഞങ്ങളെല്ലാ ബലൂണും, അപ്പോൾ ആ ചേട്ടൻ ബാലൻസ് ഉണ്ടായിരുന്ന കൂടെ പിരിവിര ബലൂണും കൂടെ ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും കൂടെ വീർപ്പിച്ച് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കാനും മറക്കരുത്. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.